Hello everyone, welcome back to my channel. ഒന്നൊന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു മേക്കപ്പ് വീഡിയോ പിന്നെയും ഇടുന്നത്. അതായത് ഈ ഒരു ഒന്നൊന്നര വർഷത്തിന് ഞാൻ ഡൽഹിയിൽ നിന്ന് ദുബായ്ക്ക് വന്നു. ദുബായിൽ നിന്നായപ്പം ഒരു 10-11 മന്ത്സായി ഞങ്ങൾ UK വന്ന് സ്കോട്ട്ലാൻഡിൽ സെറ്റിലായിരിക്കുകയാണ്. എൻ്റെ സ്കിന്നിൽ പല ഇഷ്യൂസ്, അതായത് ആക്നെ, പിഗ്മെൻറ്റേഷൻ, പിന്നെ വൈറ്റ് ബസ്റ്റ്, പിമ്പിൾസ്, ഇതൊക്കെ കാരണം എനിക്ക് ഫേസിലോട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ കോൺഫിഡൻ്റ് അല്ലായിരുന്നു. അത് കാരണം ഞാൻ പതിയെ യൂട്യൂബിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു എന്താ പറയുക ഒരു റുട്ടീൻ എൻ്റെ സ്കിന്നിന് മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള സിറം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് അത് ഒത്തിരിത്തോളം കൺട്രോൾ ചെയ്തിട്ടുണ്ട് ആക്നെ. ഇപ്പോൾ എനിക്ക് പിഗ്മെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും പയ്യെ ഞാൻ അതും കുറയ്ക്കാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഞാൻ മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിനുള്ള ഒരു റുട്ടീൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ആക്നെ സ്കാർസ് മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ പിഗ്മെൻറ്റേഷൻ മാറ്റാം, എങ്ങനെ നല്ല മേക്കപ്പ് ചെയ്യാം എന്നുള്ള വീഡിയോസുമായിട്ടായിരിക്കും ഞാൻ ഇനിയും വരാൻ പോകുന്നത്. എൻ്റെ ജേർണി ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഐ എം ഷുവർ അത് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതായിരുന്നു വളരെ സിമ്പിളായ ഒരു ഓഫീസ് ലുക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിവിടെ അധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിരിക്കുന്നില്ല. എൻ്റെ നോർമൽ സ്കിൻ കെയർ റുട്ടീൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ കറക്റ്റ് ഷെയ്ഡുള്ള കൺസീലറും, അതായത് ഈ ഞാൻ പറഞ്ഞ പിഗ്മെൻറ്റേഷൻസ് എല്ലാം ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള കൺസീലറും, പിന്നെ ഷാർലറ്റ് ടിൽബറിയുടെ ഒരു ഫൗണ്ടേഷനുമാണ് ഞാൻ നല്ല കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. അതും തേച്ചിട്ട് ഞാൻ ഒരു മിനറൽ പൗഡറാണ് ഫേസിലിടുന്നത്. അതായത് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ സ്കിന്ന് നല്ല ഓയിലി ആയതുകൊണ്ടും എൻ്റെ ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ടും ഞാനിപ്പം ഓയിൽ ബേസ്ഡ് പ്രോഡക്റ്റ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ അത് മിനറൽസ് ഉള്ളൊരു കോമ്പാക്റ്റ് ആയിരുന്നു. ഐ മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഐ ഷാഡോ വെച്ച് ഐലൈനറിൻ്റെ ഒരു ലുക്ക് കൊടുത്തു, മസ്കാര ഇട്ടു, ചെറുതായിട്ടൊന്ന് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു, നല്ലതായിട്ടൊരു ലിപ്പ് ലൈനർ, ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്പ് ലൈനർ കൊടുത്തിട്ട് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. അതോടെ ഈ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ ഈ റൂമിൻ്റെ ലൈറ്റിംഗ് ഒട്ടും ശരിയല്ല. അതാണ് ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി ഒന്ന് ചെക്ക് ചെയ്തത്. ഞാൻ ലൈറ്റൊക്കെ ഇട്ട് നോക്കി, പക്ഷേ ഈ റൂമിൻ്റെ ലൈറ്റിംഗ് അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ഇതെൻ്റെ സ്കിന്നിന് മാച്ച് അല്ല, അല്ലെങ്കിൽ കുറച്ച് മേക്കപ്പ് ഓവറാവുന്നു. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഫൈനൽ ലുക്കിൽ ഞാൻ വേറൊരു റൂമിൽ പോയിട്ട് ഒരു ക്ലിപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതായത് ഡ്രസ്സ് മാറി ഇപ്പോൾ ഞാൻ വേറെ റൂമിൽ പോകുമ്പോൾ എൻ്റെ ലുക്കുണ്ട് എൻ്റെ ലാസ്റ്റിൽ, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഫൗണ്ടേഷൻ അധികമൊന്നുമല്ല, ഇത് ആപ്റ്റാണ്. അതായത് എൻ്റെ സ്കിന്നിന് ചേർന്ന മേക്കപ്പ് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ലൈറ്റ്സിൽ വീഡിയോ എടുത്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, എൻ്റെ കഴുത്തും എൻ്റെ സ്കിന്നുമായിട്ട് സെയിം കളറാണ്, അതായത് മിസ്മാച്ചായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്ന എല്ലാ പ്രോഡക്ട്സും അക്കോർഡിംഗ് ടു എല്ലാത്തിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്, നേരത്തെ ഞാൻ ചവറ് പോലെ എന്തിൻ്റെ റിവ്യൂ നല്ലത് കേൾക്കുമോ അത് ഞാൻ മേടിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിന് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പഠിച്ച് നല്ല കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് വരും വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.